ومن أخلاقهم رضي الله تعالى عنهم സൂഫിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് എന്ത്? അദ്മു ഇംസാകി ദീനാരി വദ്ദുർഹമി ഫീ ബിദായത്തി അംരിഹിം. ഈ മഹാന്മാരാകാൻ വേണ്ടി ത്വരീഖത്തിൽ കടക്കുമല്ലോ, ആ നല്ലൊരു വഴിയിൽ കടക്കുന്നതിന്റെ ആരംഭത്തിൽ തന്നെ സ്വർണ്ണ വെള്ളി നാണയങ്ങൾ പിടിച്ചു വെക്കാറില്ല. അതവിടെ അവർ ഒഴിവാക്കണം. സുമ്മ ജമഅഹുമ, പിന്നീട് അവരെന്ത് ചെയ്യും? തുടക്കത്തിലുണ്ടാവില്ല, പിന്നെ അവർ ഒരുക്കി കൂട്ടി വെക്കും. ലിൽ ഇൻഫാഖി ഫീ നിഹായത്തി അംരിഹിം, അവിടെ കാര്യത്തിന്റെ ലാസ്റ്റിലെത്തുമ്പോ ചെലവഴിക്കാൻ വേണ്ടി മാത്രം സ്വർണ്ണ നാണയത്തിനെ പിടിക്കും, അല്ലെങ്കില്ല. അപ്പൊ ത്വരീഖത്തിനെ കഴിഞ്ഞ് ഉന്നതന്മാരായി വരുമ്പോ അവിടുത്തെ ചെലവാക്കും. ഉദാലിക്ക് ആ സംഭവം പറയാം. ലി അന്ന ശഖ്സ ഫീ ബിദായത്തി അംരിഹി ഫി ത്വരീഖി, ത്വരീഖത്തിൽ കടക്കുന്ന ഒരു മനുഷ്യന്റെ ആരംഭം, ആ ആരംഭത്തിലൊരു വ്യക്തി ഏതുപോലെ വെച്ചാല് അത് കിടക്കുന്ന ഹുക്കുമുത്തുഫിൽ റളിഇ, മുല കുടിക്കുന്ന കുട്ടിന്റെ വിധിയായിരിക്കും അയാൾക്കുണ്ടാകുക. അപ്പൊ ത്വരീഖത്തില്ലാതെ തന്നെ വണ്ടി ചെന്നൊരു കാര്യമല്ലല്ലോ, ആ ത്വരീഖത്തിലേക്ക് ഘട്ടം ഘട്ടമായി കടക്കണം. അപ്പൊ ത്വരീഖത്തിലേക്ക് ചെല്ലുമ്പോ ആദ്യം ഇങ്ങനെ മുല കുടിക്കുന്ന ഒരു കുട്ടിന്റെ സ്വഭാവം എന്തായിരിക്കും? ആ സ്വഭാവത്തിലാണ് ഈ ത്വരീഖത്തിലേക്ക് വരുന്ന ആൾക്കാർ. അപ്പൊ നിയന്ത്രിച്ചിങ്ങനെ കൊണ്ടുപോകണല്ലേ. ഫയഹ്താജു ഇൻദൽ ഫിതാം, കുട്ടി മുലകുടി നിർത്തുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുമല്ലോ, കുട്ടി മുലകുടി നിർത്തുന്നില്ല, അപ്പൊ നിർത്തിക്കണം. ആ സമയത്ത് ആവശ്യമാണ് ഇലാവൽ ഈ സബിരി വനഅബി അലസ്സദി, മുലയുടെ മേലിൽ, സ്തനത്തിന്റെ മേലിൽ കറ്റുവായോ അല്ലെങ്കിൽ അതുപോലത്തെ കയ്പുള്ള വല്ലവും, അത് കാഞ്ഞിലൊക്കെ ആവാലോ, അതിലേക്ക് അത് വെക്കാൻ ആവശ്യമായിട്ട് വരും. എന്തിന്? ലിയസീറ യക്റഹു റിളാഅ മിനൽ ലബനി അല്ലദീ യദുറുഹു, അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പാലാണ് ഇനി കുടിച്ചാണ്ടാവുക. ആ പാലിനെ നിന്ന് അവൻ കുടിക്കുന്ന മുലപ്പാലുണ്ടല്ലോ, അതവൻ വെറുക്കണം. അങ്ങനെ ആവണമെങ്കിൽ മുലമ തേക്കണം. ഇത് കുട്ടിന്റെ സ്വഭാവമാണ്. ഇതേപോലത്തെ കുട്ടിന്റെ സ്വഭാവമാണ് കുട്ടിയായിരിക്കും ത്വരീഖത്തിൽ ആദ്യം കടന്നു വരുന്നവർ. വഇദാ വസഖന കറാഹിയത മുസ്ഹിരിദാലിക, ഇനി ആ മുലയെ അവൻ മുത്തി കുടിക്കൽ വെറുത്തു എന്ന് നമുക്ക് ഉറപ്പായാലോ, സാറഹുവ യക്റഹു ശുർബൽ ലബൻ, അങ്ങനെ അവൻ എന്തായി പാല് കുടിക്കൽ തന്നെ വെറുത്തു പോകുവാനാവും. നഫ്സുഹു, അവന്റെ നഫ്സ് അതിനെ ഒരു മോശമായിട്ട് അറപ്പായിട്ട് കാണുകയും ചെയ്യുമെന്ന്. അതേപോലെയാണ് വകദാലികൽ ഫഖീറു ബിഹാലി നിഹായതിഹി, ഒരു സാധുവായൊരു മനുഷ്യൻ അവന്റെ അവസാനാവസ്ഥയിൽ യസീറു, അവനാകും യാഹു ദുനിയാ, ദുനിയാവിൽ അവൻ ഒഴിവാക്കുന്നവനാകും. വഹുനാക, അപ്പോൾ ആ സന്ദർഭത്തിൽ അവൻ അവിടത്തിൽ യഖൂലുൽ കമാലു ഫീ ഇംസാകിഹി ലഹാ, അപ്പോൾ അവൻ ഈ സ്വർണ്ണ നാണയ വെള്ളികളെയൊക്കെ പിടിച്ചു വെക്കുന്നതിൽ അവന് പരിപൂർണതയാകും. എന്തിനാകും? ലിയഉഫ ബിഹാ നഫ്സുഹു അൻ സുആലിൻ നാസ്, ജനങ്ങളെ മുന്നിൽ കൈയിറന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് വരും. അപ്പൊ ജനങ്ങളെ ചോദ്യത്തിന്റെ സമയത്ത്, ജനങ്ങളോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ അവൻ നഫ്സ് എന്താക്കണം? മനസ്സും ശരീരവും അതിനോടുള്ള ബന്ധം ഒഴിവാക്കിടും. ഇങ്ങനെയാണ് അതിന്റെ പരിപൂർണത. അല്ലാഹു തആലാന്റെ മാർഗത്തിലായി സ്വത്തിനവൻ ചെലവഴിക്കുവാൻ വേണ്ടിയിട്ടും ചെയ്യും, മാറുന്നവരുണ്ടാവില്ല. അപ്പോ വയും അല്ല കൽപ്പിച്ചതെങ്ങനെ അതുപോലെ ചെലവഴിക്കുന്ന അലാദത്തെ കൃതിർ, ഇതാണ് സങ്കല്പം. ഈ സങ്കല്പപ്രകാരം യൻസിലു ഖൗലും ഖൗലോ യുൻസലു അല്ലെങ്കിൽ യുനസ്സലു ഖൗലു മൻ നഹാ അനി ദുനിയ, ദുനിയാവിനെയും തൊട്ട് തടഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, വെടിഞ്ഞ ആൾക്കാർ, അവരുടെ വാക്കിന് അതാണ് സ്ഥലത്ത് മുൻ കഴിഞ്ഞു പോയ ആൾക്കാർ. ആ വാക്കിനെ ഈ തക്ദീർ പ്രകാരമാണ് ഇറക്കപ്പെടുക. വമൻ അമറ ബി ഇംസാകിഹ, അത് പിടിക്കണം, നാളെയും പിടിക്കണം എന്നോട് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിക്കുന്ന ഒരുത്തവന്റെ വാക്കിന് ഈ പറഞ്ഞതിന്റെ മേൽ ചുമത്തപ്പെടും. അങ്ങനെയാണ്. അപ്പൊ അതായിരുന്നു അവരുടെ നിലപാട്. ഇനി നോക്കാം. മുസ്ലിമുൻ റഹിമഹുല്ലാഹു തആല മഹാൻ യഖൂലു, പറയുമായിരുന്നു, ലമ്മാ ദുരിബദ്ദീനാറു വദ്ദിർഹമു,
സ്വർണ്ണ വെള്ളി നാണയങ്ങളായി അടിച്ചപ്പോൾ, ലോഹങ്ങൾ മാറി നാണയമാക്കിയപ്പോൾ അള്ളാഹുമായ ബിലീസ്, അവിടെയാണ് ലായനത്താകപ്പെട്ട ബിലീസ് വന്നതെടുത്തു. അതെടുത്തിട്ട് അവിടെ വെച്ചു. അലാ ജബഹത്തി, അവന്റെ നെറ്റിത്തളത്തിന്റെ മുകളിൽ വെച്ചിട്ട് കബ്ബലഹുമാ, ഈ 2 നാണയത്തെ ചുംബിച്ചിട്ടുണ്ട്. കാര്യം കഴിഞ്ഞില്ലേ. ഫഖാല, എന്നിട്ട് അവൻ പറയുന്നു, മൻ അഹബ്ബകുമാ, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോവാബിദി, യഥാർത്ഥത്തിൽ അവൻ എന്റെ അടിമയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുന്നു, കൊൽത്തു, ഞാൻ പറഞ്ഞു, ലാബുദ്ദ മിൻ ഇസ്തിനായി മൻ അഹബ്ബ ദുനിയാ, ദുനിയാവിനെ ഇഷ്ടം വെക്കുന്ന ഒരാളെന്നാ, അവളെ ഇഷ്ടത്തിന് തൊട്ട് കൂടാതെ ഇഷ്ടം ചെയ്യണം. അപ്പൊ കൂടാതെ കഴിയൂലെന്നാ. എന്തിന് ഇൻഫാഖ് മിൻ ആദി അൽ ഇത്ലാഖ്, ഈ പറഞ്ഞ ഇത്ലാഖിലൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ദുനിയാവ് ഇഷ്ടം വെക്കുന്നു വെക്കുക. അത് ഒഴിവാക്കിയിട്ടപ്പോ പറഞ്ഞത്. വല്ലാഹി അല്ലാഹു അഅലമു, അള്ളയാണ് അറിയുന്നവൻ. എന്തുകൊണ്ട്? അന്നഹു, നിശ്ചയമായിട്ടും ഇത്ലാഖൻ, ഇത് ഇത്ലാഖാണ്. മഹല്ലി തഫ്സീൽ, വിശദീകരിക്കേണ്ട മഹല്ലിൽ ഇത്ലാഖാക്കിട്ടിരിക്കുക. അതുകൊണ്ടാണ്. വഖദ് കാന കഹ്മസ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹു തആല, മഹാൻ ആയിരുന്നു. ലാ യംസുകു ബിയദിഹി ദീനാറൻ വലാ ദിർഹമൻ, സ്വർണത്തിനെയോ വെള്ളി നാണയത്തെയോ തന്റെ കൈ കൊണ്ട് പിടിക്കാറില്ലായിരുന്നു. എന്നിട്ട് വയഖൂലു, മഹാൻ പറയുന്നു, നോക്കണം, നമുക്കൊക്കെ പണത്തിനോട് ആർത്തിയാണ്, എത്ര കിട്ടിയാലും മതിയാവില്ല. എന്നാ നോക്കൂ, സ്വർണ്ണ വെള്ളി നാണയം പിടിക്കാറില്ല ഈ മഹാൻ. എന്നിട്ട് മഹാൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? അല്ലാഹി ലജിറാബു ബൈരിൻ അഹബ്ബു ഇലാ മിൻ ജിറാബി ദഹബ്, സ്വർണ്ണക്കൂമ്പാരത്തിനുള്ളതായിരിക്കുന്ന പാത്രത്തിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഉണങ്ങിയതായിരിക്കുന്ന കാഷ്ട നിറച്ച കൊട്ടയാണ്, പാത്രമാണ് എന്നാ. നോക്കൂ മഹാന്റെ മൊഴി എത്രത്തോളമാണ് മൊഴി വരിക. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രപഞ്ചത്യാഗത്തിനാൽ കിട്ടിയതായിരിക്കുന്ന ഈമാന്റെ കടുകെട്ടി ആ സ്വർണ്ണ പവനത്തിനോട് തുല്യമായിരിക്കുന്ന മുത്തായി നിൽക്കുന്ന ഈമാൻ, ആ ഈമാന്റെ ഉറവിടമായിരിക്കുന്ന മഹാൻ പറഞ്ഞ വാക്ക് ഇതാണ്. അല്ലാതെ ഉണക്കക്കാഷ്ടിന് ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞതല്ല. അത്രത്തോളം സ്വർണ്ണ വെള്ളി നാണയത്തെ മുപ്പര് വളരെ നിസ്സാരമായി കണ്ടു എന്നാണ്. ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി തആല, ബൽഖയിലെ ചക്രവർത്തിയായിരിക്കുന്ന സുഖലോലിപനായി കഴിഞ്ഞ മഹാൻ ഇബ്രാഹിമിനെ അദ്ദേഹം റളിയല്ലാഹു തആല വലിയന്റെ സ്ഥാനത്തേക്ക് എത്തിയ അല്ലാഹുവിന്റെ ഫضലുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് യഖൂലു, മഹാൻ പറയുന്നു, ലാ യക്മുലു മഖാമുൽ ഫഖീർ ഇല്ലാ ബിറഫദി ദുനിയാ വഅദം തഖദീമി നഫ്സി ബിഹാ അലാ ഇഖ്വാനിഹി ഇല്ലാ യകൂന അഅവജ മിൻഹും. എന്താ പറഞ്ഞത്? ലാ യക്മുലു മഖാമുൽ ഫഖീർ, ത്വരീഖത്തിൽ കടന്ന അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആശയുള്ള സാധുവായ മനുഷ്യൻ, അവന്റെ സ്ഥാനം പരിപൂർണമാവുകയില്ല. എന്തുകൊണ്ടല്ലാതെ? ഇല്ലാ ബിറഫദി ദുനിയാ, ഈ പ്രപഞ്ചത്തെ വലിച്ചെറിയണം. അതെറിഞ്ഞെങ്കിൽ മാത്രമേ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളൂ. മാത്രമല്ല വഅദമി തഖദീമി നഫ്സി ബിഹാ അലാ ഇഖ്വാനിഹി, തന്റെ സഹോദരനേക്കാൾ ഈ പ്രപഞ്ചത്തിൽ അവന്റെ സ്വന്തം നഫ്സിനെ മുന്തിക്കും, അതില്ലാതിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഒരു ഫഖീറിന്റെ സ്ഥാനം ഉയരുകയുള്ളൂ. ഇല്ല അൻയകൂന അഹ്വജ മിൻഹു, എങ്കിലും അവൻ ഈ പറയുന്ന മനുഷ്യ സാധുക്കളേക്കാൾ ആവശ്യമുള്ളവനായാലൊഴികെ അപ്പൊ മുന്തിക്കാം. ഇതാണ് ഇബ്രാഹിമിനെ അധികം തങ്ങൾ പറഞ്ഞത്. എന്നാൽ വഖദ് ത്വലബ റജുലുൻ സുഹബത ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹു തആല, ഇബ്രാഹിമിന് അധികം തങ്ങളോട് കൂടെ കൂടുവാൻ വേണ്ടി ഒരാൾ അന്വേഷിച്ചു വന്നു. അപ്പൊ വഖാലുഹു റസൂലുള്ളാഹി വഖാലുഹു, ഇബ്രാഹിമിന് അധികം തങ്ങൾ ആ ബന്ധ മനുഷ്യനോട് പറഞ്ഞു, ബിശർത്തി അല്ലാ തകൂന ഹഖ മാലിക മിന്നി. എന്താ പറഞ്ഞതറിയാമോ അയാളോട്? നീ നിന്റെ സമ്പത്ത് കൊണ്ട് എന്നേക്കാൾ ഏറ്റവും ബന്ധസ്ഥനാവാൻ പാടില്ല. നീ താഴ്ന്ന പടിയിൽ വരണതാമോ? അപ്പോൾ അയാള് പറയാണ്, ലാ തോക്കത്തല്ലി അല്ലാ ദാലിക, നടക്കൂല, അങ്ങനെ ഈ നാണയവാക്കിയുള്ള പരിപാടിയൊന്നുമില്ല അറിഞ്ഞു. അതിന്റെ മേൽ എനിക്ക് കഴിയില്ലല്ലോ എന്ന്. സുമ്മദാബ, പിന്നീട് ആള് പോയാക്ക് ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ സുഹബത്ത് വേണ്ട, അത് കരുതി ചക്കരപ്പൊടി എന്നാ മുമ്പില്ലാതെ ഇപ്പോ.
ഇന്നോക്കോവി തൗറാത്തി തൗറാത്തിൽ കാണാമല്ലോ എന്ത് ഹറാമുനല ഖൽബി യുഹിബ്ബു ദുനിയാ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഖൽബിന്റെ മേൽ ഹറാമാണ് എന്ത് അയ്യഖൂല, അവൻ പറയ അൽ ഹഖ, യഥാർത്ഥത്തെ പറയാതിൽ നടക്കൂല. വകാല യഹ്യ ബിൻ മുആദ് റഹിമഹുല്ലാഹു തആല മഹാൻ പറയുന്നു യഖൂലു ഇഅ്ലമു, നിങ്ങൾ അറിയണം അന്നദ്ദിർഹമ അഖറബുൻ, നാണയമുണ്ടല്ലോ അത് തേളാണ്, അത് കുത്തിക്കഴിഞ്ഞാൽ കടച്ചിലുണ്ടാകും, അപകടത്തിലേക്ക് എത്തും. അതുപോലെയാണ് നാണയം. അപ്പോൾ ഈ നാണയമാകുന്ന തേളുണ്ടല്ലോ, ആ തേളിന്റെ വിഷത്താൽ വിഷമേറ്റിയതായിരിക്കുന്ന വ്യക്തിക്ക് അതിനെ മന്ത്രിച്ചുകൊണ്ട് ഊതാനൊന്നും കഴിയില്ലായെങ്കിൽ, മന്ത്രിക്കാൻ കഴിയില്ലായെങ്കിൽ അവനെന്തെയും ഈ അക്രമവന്, ആ അക്രമ കുത്തിയ വിഷം അവനെ കൊന്നുകളയുന്ന. ഇത് പറഞ്ഞപ്പോ വക്കീല, അപ്പൊ ചോദിക്കപ്പെടുകയുണ്ടായ എന്താണ് അതിന്റെ മന്ത്രം? അപ്പൊ കാല പറഞ്ഞു കൊടുക്കുകയാണ് യഹ്യാ തങ്ങള് എന്ത് അതിന്റെ ഹലാലായ ഭാഗത്തുനിന്ന് അവൻ പിടിക്കപ്പെടണം. എന്നിട്ട് അവന്റെ മഹലിൽ അതിനെ കൊണ്ട് വെക്കുകയും വേണം. എന്നിട്ട് ഇങ്ങനെയാണ് വേണ്ടതെന്നാ പറഞ്ഞു കൊടുത്തത്. അവൻ ഹലാലായി നിൽക്കണം, അവന്റെ ആവശ്യങ്ങളിൽ കൊണ്ടേ വെക്കുകയും വേണമെന്ന. وقد كان سميت بن عجلان رحمه الله تعالى يقول മാൻ പറയുന്നു അദ്ദറാഹിം നാണയങ്ങൾ അസിമ്മത്തുൽ മുനാഫിഖീന, കപടന്റെ വിക്കാസോ അല്ലെങ്കിൽ കട്ടിപ്പാറയോ അതുപോലെ മാരകായുധമാണ് നാണയം. യഖാദൂന ബിഹാ ഇലൽ മഹാലികി, നാണയങ്ങളെ കൊണ്ട് എന്താണെന്നറിയാമോ, ഈ മുനാഫിക്കുകൾ നയിക്കും, നാശത്തിലേക്കാണ് നയിക്കുന്നത്. വലിയ അപകടമാണ് നാണയം. വകാന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം യഖൂലു, മഹാൻ പറയുന്നു ലാ യകൂനു റജുലു, ഒരാളാവുകയില്ല, സ്വാലിഹൻ സാലിയാവുകയില്ല, ഹത്താ യതസാവാ ഇൻദഹു തുറാബ്, മണ്ണും സ്വർണവും വെള്ളിയൊക്കെ ഈ പറഞ്ഞ വ്യക്തിന്റെ അടുത്ത് സമമാകുന്നത് വരെ അവരെന്തല്ല സ്വാലിഹായ ഒരാളല്ല, റജുല് നന്നാവൂല. അങ്ങനെ വരണം. വകാന സഖീഖുൽ ബൽഖാ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു മൻ സഹദി ദുഖൂലി ദുനിയാ അലൈഹി വഹു മുനാഫിഖുൻ, ഈ പ്രബന്ധം കടന്നു വരുവാൻ അവന്റെ മേൽ വേണ്ടതുപോലെ ശ്രമം ചെലുത്തി അങ്ങനെ ഹൃദയം അങ്ങ് തുറന്നു കൊടുത്താലോ അവൻ കപടനാൻ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ വെച്ച് പ്രപഞ്ചത്യാഗം കൊണ്ട് അധ്വാനി ജനങ്ങളിലേക്ക് പ്രകടമാകുന്നവൻ. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് വെളിപ്പെടാതെ നിൽക്കുന്നവൻ ഫലാ, അപ്പന്താകൂല മുനാഫിക്കല്ല, വെളിപ്പെട്ടാൽ മുനാഫിക്ക്, ഇല്ലെങ്കിൽ മുനാഫിക്കല്ല. വല്ലാഹു അഅലം. فكان أمير المؤمنين علي بن أبي طالب رحمه الله تعالى പറയുന്നു ആയിരുന്നു യദഉദ്ദുർഹമാവി ഗഫിഹി, തന്റെ മുൻകൈയിൽ വെച്ചുകൊണ്ട് ആ നാണയത്തുള്ള വെക്കും. യഖൂലു, മഹാൻ പറയും ഉഫില്ലക് മിൻ ദിർഹമിൻ ലാ തംബഅനി, എനിക്ക് ഉപകരിക്കാത്തൊരൊറ്റ നാണയത്തിനെ തൊട്ടു എനിക്ക് ആവശ്യമില്ല, ഛേ എന്ന് പറഞ്ഞാട്ടി വിട്ടു. ഇല്ല ഇൻ ഖറജത്ത് അന്നീ, അത് എന്നെ തൊട്ടുണ്ടായി പുറത്തു പോയാൽ ഒഴികെ. ഇതാണ് പറഞ്ഞത്. നാണയം ഒഴിവാക്കാം. സുഫിയാൻ തൗരി റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു ഇദാ ദഖല ദിർഹമൽ ഹറാമ മിനൽ ബാബ്, ഹറാമായിരിക്കുന്ന ദിർഹമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മിനൽ ബാബ്, ഈ വാതിലൂടെ കഴിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം? നഖറജൽ ഹഖ് മിനൽ കൗൻ, കൗനിന്ന് ഹഖ് പുറത്തേക്ക് വന്നു. ഫഖിലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ് ഫൈൻ സദ്ദത്തിൽ കുവാ, മാളം ഒത്ത് വെടുപ്പോയി എന്നൊക്കെ പറയല്ലേ, അതിനടക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നിട്ട് പറയുന്നു മഹാൻ യഖ്റുജു മിൻ ഹൈസു യഅതി മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് വരുന്നിടത്ത് വെച്ച് അല്ലാഹു തആല തീരുമാനപ്രകാരം മലക്കുൽ ആത്മാവിനെ പിടിക്കും. അലാബിന് സിയാദ് ഖുർആൻ പറയാണ് ലാ യകുമുറുൽ ആലിമു ഇല്ലാ ഇൻ നഫഅ ലിദ്ദുനിയാ വഇൻ നിസാ,
ഒരു പണ്ഡിതൻ പരിപൂർണമാവുകയില്ല എപ്പോഴല്ലാതെ അവൻ ഈ പ്രപഞ്ചത്തെ തൊട്ട് മൊഴി ചൊല്ലി വിടുകയും ഭാര്യമാരെ പെണ്ണുങ്ങളെയൊക്കെ ഒഴിവാക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് ഈ പറഞ്ഞ തൊട്ടൊക്കെ ഒഴിവാവുകയാണ് എങ്കിൽ അപ്പൊ അങ്ങനെ ഒഴിവാകണം. അങ്ങനെ ഒഴിവായെങ്കിലേ ആ ലീമ പരിപൂർണമാവുകയുള്ളൂ ഒരു ആലിമിന്റെ. അത് കാല സുഫിയാനിസ്തു മഹാൻ പാടുന്ന പാട്ടിൽ അധികവും പാടുന്ന ഇതായിരുന്നു. ഖൗലുഹു അദ്ദേഹത്തിന്റെ വാക്ക് എന്താണ്? فإذا قدرت عليه ثم تركته فاعلم بأن تقاك تقوى المسلمين. അപ്പൊ നീ എത്തിക്കുകയാണെങ്കിൽ മറ്റവരെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഈ നാണയത്തിനടുക്കൽ വെച്ചുകൂടെ തവറ് ഉണ്ടാവേണ്ടത്. അതിനൊരു കഴിവുണ്ടെങ്കിൽ ഓക്കെ. നീ നോക്കാം, എന്റെ സഹോദരായി ആലോചിച്ച് നോക്കാം. നീ ഫുദൂലി ദുനിയാ, ദുന്യാവിന്റെ അവശിഷ്ടങ്ങൾ മുൻകഴിഞ്ഞു പോയ സുഹുദിൽ കഴിഞ്ഞു പോയ ശുദ്ധിയുള്ള മുൻഗാമികളുണ്ട്, പൂർവികന്മാർ. അവരോട് നീ തുടരുക. എന്നാൽ തസ്ലമിന്നുണ്ടാവുന്ന ആപത്തിനെ തൊട്ട് അവൻ രക്ഷപ്പെട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ومن أخلاقهم رضي الله تعالى عنهم محبتهم لتقديم مريدهم. അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന മുരീദന്മാരുണ്ട്. ആ മുരീദന്മാർക്ക് സേവനം ചെയ്യുവാൻ വേണ്ടി മഹാനവറുകൾ ഇഷ്ടപ്പെട്ടു. എന്തിനെ? ഖിദ്മത്തുല്ലാഹി തആല, അല്ലാഹുവിന്റെ ഖിദ്മത്ത്. അലാ ഖിദ്മത്തും അവർ ചെയ്യുന്ന സേവനത്തിനേക്കാൾ വലിയൊരു സേവനമാക്കി മാറ്റി. അങ്ങനെ ഒരാളെ തന്റെ ആവശ്യത്തിലേക്ക് കൂട്ടിയാൽ ഖുർആൻ വിശദമായിരിക്കുന്ന ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവൻ ജോലിയായില്ലേ. അങ്ങനെ ജോലിയായി മസ്തൻ ചോദിക്കുക എന്നത് അവധിക്കില്ലായി തരാ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് ചോദിക്കുക. കാനതാലിക്കറിഞ്ഞ എന്തും അവരുടെ അടുത്ത് ഏറ്റവും ഉണ്ടാത്ത ഇത് തന്നെയാണ്. മിന്നാജത്തിയും അവരുടെ ആവശ്യമാണത്തിനാൽ വലോക്കാരത്ത് നിർബന്ധമാണ് എങ്കിൽ ഏതുപോലെയൊക്കെ നമുക്ക് കോതമ്പും മടുക്കും പോലെ, പൊടിക്കും പോലെ, ഭക്ഷണം പുഴുങ്ങി വേവിച്ചും പോലെ, അതുപോലെ ആദൽ ഖൽഖ് സൃഷ്ടിപ്പ് ലായ അമലബിഹി, ഈ സൃഷ്ടിച്ചത് കൊണ്ട് അമൽ ചെയ്യൂല. ഇല്ല മിൻ റഊനാത്തിൻ നഫ്സ്, നഫ്സിന്റെ റഊനത്തിൽ തഖല്ലസായി നിൽക്കുന്നു. ഈ പറഞ്ഞ അക്കൊക്കെ ഇതുകൊണ്ട് മനസ്സിലാവില്ല. ഇല്ലാമൻ റഊനാത്തിൻ നഫ്സ്, നഫ്സിന്റെ മോശമായ കാര്യങ്ങളെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടവരല്ലാതെ അവരെയും കഴിയുന്നതാണ്. എന്താ പറഞ്ഞത്? അള്ളാഹു തആല മഹബത്ത് അവർ ശരിപ്പെട്ടു കഴിഞ്ഞു. അവനെന്താണെന്നറിയാമോ? എല്ലാ ശരീരം കൊണ്ട് ഇച്ഛിച്ചു നടക്കുന്ന ആളേക്കാൾ അവൻ മുന്തിച്ചു കഴിഞ്ഞാണ്. വഖദ് കാലിദ വറദ് ബിർദുൻ ബിസ്സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിറുദ് അവന്തായെന്നറിയാമോ? എനിക്ക് ദിക്ർ 100 വട്ടം ചെല്ലുന്നതായി. അതിൽ ഞാൻ പരിശോധിച്ചു. എന്റെ നിസ്കാരത്തിൽ എന്റെ പതിവ് നഷ്ടപ്പെട്ടു പോയി എന്നോ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ മേൽ. തങ്ങളെന്തായി? ഇങ്ങനെയാ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാ യംബഗിൽ ഖജ്ലു മിന്നു,
നബിനെ കുറിച്ചുള്ള പേടിയുണ്ടല്ലോ, ആ പേടി എന്താണ് യോജിച്ചതല്ല. എന്താ അതിർദാലിക്ക കാരണം കൊണ്ട് തന്നെ ഫൈനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യമാർ നബിതങ്ങൾ യുഹിബ്ബു റബ്ബു സുബ്ഹാനഹു വ തആല അക്തറ മിൻ നഫ്സി ബിയഖീൻ, ഉറപ്പായിട്ടും സ്വന്തം ശരീരത്തിനേക്കാൾ അധികം ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ ശരീരമാണ്. അപ്പൊ അല്ലാഹു തആലാനെ ഇഷ്ടം വെച്ചു അവൻ സുബ്ഹാനഹു വ തആല, എന്നാൽ അവന്റെ സ്വന്തം നഫ്സിനേക്കാൾ അധികമായി ഇഷ്ടം വെച്ചു. ബിയഖീൻ, ഉറപ്പോടുകൂടി. എന്നപോലായി അപ്പോൾ യോജിച്ചൂല അങ്ങനെ തവഖവി, അതെന്താണ് തവക്കുമുണ്ടായ യോജിക്കൂല. അന്നൂയത്തെ കദ്റുമിൻ കയില്ല ാലിക്കാണോ. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി പിന്നെ എടുക്കാം.